മാതാപിതാക്കളും മുതിർന്ന മക്കളും, എന്തിനും മുതിർന്ന മക്കൾ അല്ലേ? മുതിർന്ന മക്കളാണ് നമുക്ക് പ്രശ്നം. ചെറിയ മക്കളുടെ പ്രശ്നം നമ്മൾ 2 തല്ലു കൊടുത്തും 2 അടി കൊടുത്തും വഴക്ക് പറഞ്ഞും ഒക്കെ നമ്മൾ പരിഹരിക്കും. ഞാൻ ഈ പുതിയ ആളുകൾ ഈ സഭയിലെ എൽഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയം വരുമ്പോൾ ആളുകൾ പറയും, ഇപ്പം ഈ പിള്ളേരെ വളർത്തൽ ബന്ധപ്പാടുകൾ പ്രാരാബ്ദങ്ങളൊക്കെയാണ്, കുറച്ചുകൂടെ ഒന്ന് സെറ്റിലായിട്ട് വേണം സഭയിലെ എൽഡറാകാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൽഡർ ആകണമെങ്കിൽ പിള്ളേർ വളരുന്നതിന് മുമ്പ് ആയിക്കോ, വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന എൻ്റെ മുമ്പ് ചിലപ്പോൾ സ്വപ്നം കാണേണ്ടി വരില്ല. അതുകൊണ്ട് എത്ര പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷകളൊക്കെ നല്ല ധൈര്യത്തോടു കൂടെ ചെയ്യുക. പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഭാഗ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതുകൊണ്ട് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൈകാര്യം ചെയ്യൽ പ്രയാസമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താ മുതിർന്ന മക്കളുടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേയൊക്കെ പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. സഭയിലെ പ്രശ്നങ്ങളെപ്പറ്റി തന്നെ അപ്പസ്തലൻ പറഞ്ഞപ്പോൾ ഭിന്നതകൾ ഉണ്ടാകേണ്ടത് ആവശ്യം. അതെന്തിനാ പറഞ്ഞതെന്ന് ഇപ്പോഴൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മളിതെല്ലാം പറയണത്. എന്നിട്ട് ഇതേ ഒരു വചനം കേൾക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യം. ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പർപ്പസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെസസറി എന്നല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. അതാ പറഞ്ഞത്. ഒരു വസ്തുതയാണെന്ന് പറയണമെന്ന്. അല്ലാതെ പ്രശ്നങ്ങൾ ഒരു സഭയിൽ പ്രശ്നമില്ലെങ്കിൽ ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞ് ചിലർ അങ്ങനെയുണ്ട്. ഇല്ലാത്ത സഭയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മുതിരും. അതല്ല, അങ്ങനെ ഉണ്ടാക്കി ദൈവവചനം നിവർത്തിക്കുകയല്ല. ഇതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ്? കൊള്ളാവുന്നവരും കൊള്ളാത്തവരും സഭയിലുണ്ടല്ലോ. പലതരത്തിലുള്ള ആളുകളില്ലേ. അപ്പം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ആത്മീയ പരിപാടികളിൽ പല കാഴ്ചപ്പാടുകളും വിരുദ്ധാഭിപ്രായങ്ങളും പാപത്തോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പാപങ്ങളെ ഡീൽ ചെയ്യുകയും ആളുകൾ അതിനെയൊക്കെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭിന്നപക്ഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മക്കൾ വളരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണണം. ഉണ്ടായില്ലെങ്കിൽ അതൊരനുഗ്രഹമാണ്. താരതമ്യേന കുറവാണെങ്കിൽ. കൂടുതലുണ്ടെങ്കിലും അതിനെ എങ്ങനെ നേരിടണം, അതാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ ഇതിൻ്റെ പ്രശ്ന മേഖലകളിലേക്കൊന്നും പോകാതെ, പല മേഖലകളുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ വളർന്നു വന്നപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഓരോ മക്കളും നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തമൊക്കെ ആയിരിക്കും. എന്താണേലും ഇതൊരു ഒരു 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 പോരാട്ട മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ആറ്റിറ്റ്യൂഡ് അതിനോട് എടുക്കാം എന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. അതായിരിക്കും പ്രയോജനം എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, കുടുംബജീവിതത്തെ ഒരു 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 രസമായിട്ടല്ല, ഒരു മിഷനായിട്ട് കണക്കാക്കണം, ഒരു ദൗത്യമായിട്ട് കണക്കാക്കണം. ഞാൻ ആദ്യം ഒന്ന് മെൻഷൻ ചെയ്തതാണ്, അത് തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. രസിക്കാനായിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് നല്ല അപ്രോച്ചല്ല. കാരണം രസിക്കാനായിട്ടാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ അതൊരു എൻജോയ്മെൻ്റ് ആകണം എന്ന് ഇല്ല. പ്രൈമറി എൻജോയ്മെൻ്റ് അല്ല. എൻജോയ്മെൻ്റ് ഉണ്ട് അതിൽ. അതൊരു ദൗത്യമാണ്, ഒരു മിഷനാണ്, ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ തരത്തിലാണ് അതിനെ സമീപിക്കേണ്ടത്. അപ്പോസ്തലൻ പറഞ്ഞല്ലോ, എഫെസ്യലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്നും ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നും പറഞ്ഞപ്പോൾ രസമാണെന്നാണ് വിചാരിക്കുന്നത്. അതൊരു വലിയ ടാസ്ക്കാണ്, വലിയൊരു ദൗത്യമാണ്. അപ്പോൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൗത്യത്തിന് വേണ്ടി കാലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്തോണം. അതൊരു സാഹസിക യാത്രയാണ്, അതൊരു ഉല്ലാസയാത്ര അല്ല. സാഹസയാത്ര പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ജയിക്കുന്നതാണ് അവരുടെ വിജയം. സാധാരണ ഒരു മലയിൽ കയറുന്നത് ഒരു രസമുള്ള കാര്യമല്ല. അവർക്ക് ഹിമാലയ പർവ്വതം കാണുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ കയറണമെന്ന് ചിന്തിക്കും. അവിടെ കയറും. അവനാണൊരു പർപ്പസ് ഉള്ളയാൾ. അതുപോലെ കുടുംബജീവിതം എന്നുള്ളത് പ്രത്യേകിച്ചും ഇന്നത്തെ പോലെ എല്ലാ കാലത്തെയും പോലെ ഇന്നത്തെ ഈ ദുഷിച്ച തലമുറയുടെ ഇടയിൽ ദൈവഭക്തിയുടേതായിരിക്കുന്ന
ഒരു കുടുംബജീവിതം കഴിച്ച് ഒരു ദൈവഭക്തനായി നിന്ന് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ജീവിച്ച് ഒരു നല്ല പേര് ദൈവസന്നിധിയിൽ ആർജിച്ച് മരിക്കുക, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളത് എന്തൊരു വലിയ ടാസ്ക്കാണത്. അതാണ് കർത്താവ് നമുക്ക് തന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ കീഴടങ്ങുക എന്നൊരു ഭാര്യയോട് പറയുമ്പോൾ അതൊരു ടാസ്കല്ലേ. കീഴടങ്ങാൻ പറ്റുന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചോണം. വല്ലവരെയൊക്കെ കല്യാണം കഴിച്ചാൽ കീഴടങ്ങാൻ വലിയ പാടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് കീഴടങ്ങാൻ പറ്റുന്ന ചെറുക്കന്മാരെ, പുരുഷന്മാരെ വിവാഹം കഴിച്ചാലേ ഈ കീഴടങ്ങലിൻ്റെ രസവും പ്രയോജനവും അനുഭവിക്കുള്ളൂ. അല്ലാതെ വല്ലവർക്കും പോയി കീഴടങ്ങിയിട്ട് എന്തോ ഗുണം. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ആരെ കഴിക്കുന്നു എന്ന് ഓർക്കണം എന്ന് പറയുന്നത്. അതുപോലെ സ്നേഹിക്കാൻ പറയാം. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നത് ഒരുപോലെയല്ല. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി കണ്ട് അവരുടെ പൊട്ടൻഷ്യൽ കണ്ട് വികസിപ്പിച്ച് അവളെ പ്രയോജനമുള്ളവളാക്കി നിർത്തി ഈ ദൗത്യം വിജയിപ്പിക്കാൻ അവളെ കൂടെ നിർത്തണം. അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പം ആദ്യം മുതലേ നോക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കണം. ഞാനൊരു വാക്യം വായിക്കാം. ഇപ്പം റെബേക്കയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നീ ഈ പുരുഷൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചില്ലേ. അന്നേരം അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. എന്തായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? അബ്രഹാമിൻ്റെ മകൻ്റെ ഭാര്യയായിരിക്കുവാൻ പോകുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഈ ലോകത്തിൽ ഇതുപോലെ മഹത്തായ ദൗത്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരുപക്ഷെ യേശു കർത്താവിൻ്റെ അമ്മ മറിയയ്ക്ക് കിട്ടിയ ദൗത്യം ആയിരിക്കും അതിനേക്കാളും വലുതെന്ന് നമുക്ക് പറയാനുള്ളത്. അതുപോലൊരു ദൗത്യം ഈ കുടുംബത്തിൽ അബ്രഹാമിൻ്റെ മകന് ഭാര്യയായിരിക്കാവുന്ന ദൗത്യത്തിനായിട്ട് നീ പോകുന്നുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് അവർ കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ഞാൻ പോകുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിലാണ് റെബേക്കയുടെ പേര് എഴുതി ചേർത്തു എന്ന് ഓർത്തോണം. ആ ഹാരാനിലെ ആ സ്ത്രീയുടെ പേര് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ അമ്മയായിട്ട് എഴുതപ്പെട്ടു. ചെറിയ കാര്യമാണോ? ഇതൊരു ദൗത്യമാണ്. അപ്പം സുഖമുണ്ടോ? മോട്ടോർ സൈക്കിളെ കൊണ്ടുപോകുമോ? കാറ് വാങ്ങിക്കുമോ? രസമാണോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെയുള്ള കല്യാണം കഴിക്കട്ടെ. ക്രിസ്തീയ വിവാഹം ഒരു ദൗത്യമാണ്. ജീവിതം എളുപ്പമാക്കാനല്ല നമ്മൾ വിവാഹം കഴിച്ചത്, ജീവിതം സഫലമാക്കാനാണ്, ജീവിതം അർത്ഥപൂർണ്ണമാക്കാനാണ്. അതിനാണ് വിവാഹം കഴിച്ചത്. ഞാനും പെൺകുട്ടികളോട്, മാതാപിതാക്കളോട് ചിലപ്പോൾ അവർ കല്യാണത്തിന് ചെറുക്കന്മാരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, എന്താ നിങ്ങളുടെ ഇഷ്ടം? നിങ്ങളുടെ കുട്ടിയെ കരുതുന്ന, സ്നേഹിക്കുന്ന, കൈകളിൽ കൊണ്ടു നടക്കുന്ന, ഒരു മുറിവ് വെക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അവൾക്ക് വേണോ? ഇവളുടെ ജീവിതം സഫലമാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ വേണോ? പലപ്പോഴും ഒരുമിച്ച് പോകാറില്ല. സഫലമാക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ചേർന്നാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. അവന് നല്ല വീട് കിട്ടിയെന്ന് വരികയില്ല, നല്ല ജോലി ചെയ്തെന്ന് വരികയില്ല, അനുകൂല സാഹചര്യം വരില്ല. കാരണം അവൻ ജീവിതം സഫലമാക്കാൻ പോകുന്നയാളാണ്. രസിക്കാനുള്ളവരാണെങ്കിൽ കുറച്ച് പൈസയും ഒരു വണ്ടിയും അത്യാവശ്യ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തപ്പെട്ട് അങ്ങ് രസമായിട്ട് പോകാം. രസമല്ല, ജീവിതം ഒരു ദൗത്യമാണ്. നമ്മൾ ഓർക്കണം. മക്കളെ ജനിപ്പിക്കാൻ രസമല്ല, ഒരു ദൗത്യമാണ്. ക്രിസ്തീയ ജീവിതം പോരാട്ടമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലക്ഷ്യങ്ങൾ ശരിയായിരിക്കണം. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം, അത് ഞാൻ സൂചിപ്പിച്ചതാണ്, ഞാൻ ഒരുപാട് ആവർത്തിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. എല്ലാ കുടുംബത്തിനും ഉള്ള പൊതുവായ ലക്ഷ്യങ്ങൾ നമുക്കുമുണ്ട്. എല്ലാ കുടുംബത്തിനും ഉള്ളതാണ്. വിശ്വാസി അവിശ്വാസി വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഉള്ള പൊതുവായ ലക്ഷ്യങ്ങൾ. ഭാര്യയെ കൊണ്ടുവരിക, വീട്, മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ വിവാഹം, അവരെ കരുതുക, നോക്കുക, കല്യാണം കഴിച്ച് അവർ വിദേശത്ത് പോയാലോ കൊച്ചുങ്ങളെ നോക്കാനൊക്കെ പറ്റുമെങ്കിൽ പോവുക. ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ട്. വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ല. അത് നമുക്ക് പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യണം, എല്ലാവരും ചെയ്യണം. അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പൊതുവായ മാനുഷിക ഉത്തരവാദിത്തമാണ്. എന്നാൽ നമുക്കൊരു സവിശേഷ ലക്ഷ്യങ്ങളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ. സാധാരണ മക്കൾ കാണാത്ത ചില, മനുഷ്യർ കാണാത്ത ചില ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ ദൈവരാജ്യം, ദൈവപരിപാടി, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മക്കൾക്ക് ഈ ലോകപ്രകാരമുള്ള എല്ലാ വിജയങ്ങളും കൊടുക്കാനൊന്നും നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. നമുക്ക് ചിലപ്പോൾ വീട് പണിയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവരെ അസൂയപ്പെടുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊന്നും ലോകത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല നമുക്ക്. കാരണം അത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നമ്മൾ വന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം സുവിശേഷത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. നമ്മളെ കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ വിലയിരുത്താനായിട്ട് പോകുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ വെച്ചിട്ട് അല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പം ലക്ഷ്യം ശരിയാകണം. ലക്ഷ്യം ശരിയായാൽ ഈ തിക്താനുഭവങ്ങളൊന്നും സാരമില്ല എന്ന് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. സുവിശേഷത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം.
കർത്താവ് പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരട്ടെ, അവരെ തടയരുത്. എന്തൊരു ദൗത്യമല്ലേ അത്! മക്കളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, അത് നമ്മുടെ ലക്ഷ്യമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു കുടുംബത്തിലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും ഒക്കെ ശരിയാകണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പക്വമായ ഒരു കമ്മ്യൂണിക്കേഷൻ കുടുംബങ്ങളിൽ നടക്കണം. വാക്യങ്ങൾ മനഃപ്പാഠം പഠിപ്പിച്ചാൽ മാത്രം പോരാ. അതൊക്കെ വളരെ ബേസിക് ആയിരിക്കുന്ന രീതികളാണ്, എപ്പോഴും എല്ലാ കാലത്തും ചെയ്യാവുന്നതാണെങ്കിൽ പോലും ബൈബിളിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ തത്വശാസ്ത്രം നമ്മുടെ മക്കളുടെ ബോധ്യങ്ങളായിട്ട് തീരണം. അതൊരു വലിയ ഒരു ടീച്ചിങ് പ്രോഗ്രാമാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർ എഴുതിയപ്പോൾ പറഞ്ഞു, പൗലോസ് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി പുലർത്തണം. ആവർത്തന പുസ്തകം 6:6-7 വാക്യങ്ങളിൽ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മക്കൾക്ക് ദൈവപരിജ്ഞാനം കൊടുക്കണം. ഈ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രം കൊടുത്താൽ പോരാ, അത് കോളേജിലും സ്കൂളിലും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കൊടുക്കും, അതൊക്കെ മക്കൾ ആർജിക്കട്ടെ. എന്നാൽ നമ്മുടെ ഒരു ക്രിസ്തീയ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ദൗത്യം എന്താണെന്നറിയോ? അവർക്ക് ആത്മീയമായിരിക്കുന്ന പരിജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് അവരെ പറഞ്ഞ് മനഃപ്പാടമാക്കലല്ല, അത് അവരുടെ ബോധ്യമാക്കി തീർക്കണം. നമ്മുടെ കർത്താവിൻ്റെ വീട്ടിനെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം, മാനുഷികമായിട്ട് അങ്ങ് ചിന്തിച്ചാൽ 12 വയസ്സായപ്പോൾ കർത്താവിനെ കാണാതെ പോയി. അവരന്വേഷിച്ചു, കർത്താവിനെ കണ്ടത് എവിടെയാ? ദേവാലയത്തിൽ. എന്ത് ചെയ്യായിരുന്നു? ശാസ്ത്രിമാരോട് ചോദിക്കുകയും ഉത്തരം പറയുകയും. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു. 12കാരനോട് വലിയ കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന മഹാപുരോഹിതന്മാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും ശാസ്ത്രിമാർ, ആരൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ പിന്നെ നീ പറ ഉത്തരം എന്ന് പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ. അവൻ ഉത്തരം പറയുകയും ചെയ്തു. അപ്പോഴാണ് ജോസഫ് മേരി ഓടിപ്പടിച്ച് എവിടെ പോയി എൻ്റെ മകൻ എന്നും പറഞ്ഞ് അന്വേഷിച്ച് എല്ലായിടത്തും അന്വേഷിച്ച് തരുന്നത്. ചോദിക്കുക, എൻ്റെ മോനെ നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് മറിയം ചോദിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ ചെയ്തത്? അന്നേരം കർത്താവ് പറഞ്ഞ ഉത്തരം എന്താണ്? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഫിലോസഫി സെറ്റ് ചെയ്തല്ലേ? 12 വയസ്സുള്ള കുട്ടിയാണ്. ഫിലോസഫി സെറ്റ് ചെയ്തു, എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടത് ആകുന്നു. നമ്മുടെ ദൗത്യം അതാണ്. നമ്മളെല്ലാവരും വിജയിച്ചു എന്നുള്ളതൊന്നല്ല, അതാ ദൗത്യം. നമ്മുടെ മക്കൾക്ക് ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ അവരുടെ മുമ്പിൽ നമ്മൾ അവർക്ക് കാണിച്ച് കൊടുക്കണം. ഈ ലോകത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് അവർക്ക്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, സങ്കീർണതകളുണ്ട്, ആശങ്കകളുണ്ട്. ഇതെല്ലാം ഒരു ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ ആ ചിന്താഗതിയുടെ പശ്ചാത്തലത്തിൽ അവർ നോക്കുമ്പോൾ ഇറ്റ് മേക്സ് സെൻസ്. എന്തുകൊണ്ടാണ് പാപം? എന്തുകൊണ്ടാണ് പരാജയം? എന്തുകൊണ്ടാണ് മരണം? എന്താണ് മനുഷ്യൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം? ആരാണ് മനുഷ്യൻ? ആരാണ് ദൈവം? എന്താണ് മനുഷ്യനെ പറ്റിയുള്ള ദൈവപരിപാടി? ചരിത്രം എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെയായിരിക്കും? നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സോ മെനി ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ എഴുതി തന്നുള്ളൂ. 1000 ചോദ്യങ്ങൾ. അതിനൊക്കെ ഉത്തരം നൽകുന്ന ഒരു ലോകവീക്ഷണമാണ് ക്രിസ്തീയത. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമാധാനങ്ങളിലൊന്ന്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പോയത്. കാരണം സുവിശേഷം പറയണമെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ വരുമല്ലോ. ഇതിന് എതിര് പറയാൻ ഒക്കെ മറുപടി വേണം. ഹീബ്രു അറിയണം, ഗ്രീക്ക് അറിയണം. ഒരു ഗ്രീക്കിൽ ചോദിച്ചതിന് തോറ്റിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. എന്തോ ഒരു കാര്യം ഉത്തരം പറഞ്ഞപ്പോൾ രഹസ്യസാക്ഷിക്കാരനോട് പറഞ്ഞു, ഗ്രീക്കിൽ അങ്ങനെ അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എവിടെയോ കേട്ട് ഏൽപ്പിച്ചാനോ ഞാൻ പറഞ്ഞായിരിക്കും. അപ്പോൾ ആ പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് ഗ്രീക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഗ്രീക്ക് അറിയില്ല. പിന്നെ ഇങ്ങനെ ഗ്രീക്കിൽ ഉത്തരം പറഞ്ഞത് അയാൾക്കറിയാവുമെന്നും എനിക്കറിയില്ല, നിങ്ങൾക്കറിയാവുന്ന ഞാൻ ചോദിച്ചായിരിക്കും. അന്ന് ഞാനെടുത്ത തീരുമാനമാണ്, എന്നാൽ പിന്നെ ഗ്രീക്ക് പഠിക്കണം. എന്നിട്ട് പഠിച്ചെന്ന് ചോദിച്ചാൽ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും വായിക്കാനും പറയുന്നതിനാന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കണ്ടല്ലോ. പല ചോദ്യങ്ങളും അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് പോയി. ഞാൻ സെമിനാരിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ല. ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ അബ്രാന്തോസും സഹോദരനും AP ജോസഫനും അറിയാൻ മേലാത്ത ചോദ്യം ചോദിക്കാനാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് അവിടുത്തെ സാറുമാരോട് ചോദിച്ചത്. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല, നല്ല സാറുമാരാണെങ്കിൽ പോലും ഉത്തരങ്ങളൊക്കെ മുമ്പിൽ ഇവരൊക്കെ
ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് അവരും ഫുൾ സ്റ്റോപ്പ് ഇടും, ഇവരൊക്കെ എസ് പറഞ്ഞെടുത്ത് അവരും ഫുൾ സ്റ്റോപ്പ് ഇടും. അപ്പോൾ ഈ ചോദ്യങ്ങൾ പിന്നെയും പലതും അവശേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സത്യം എനിക്ക് മനസ്സിലായി, ലോകത്തിൽ എല്ലാവർക്കും ചോദ്യങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തു നൽകുന്ന ഉത്തരം പോലെ സഫിഷ്യൻ്റായ, സമഗ്രമായ, അർത്ഥപൂർണമായ, റിലയബിളായ ഒരു ഉത്തരം വേറെ ആരും ഈ പ്രപഞ്ചത്തിൽ ഇന്നയോളം പറഞ്ഞിട്ടില്ല. ഹീ ഈസ് ദി ആൻസർ. എല്ലാം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ബോധ്യം അതാണ് ഉറപ്പിച്ച് നിർത്തുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ അവരെ മൂഢസ്വർഗത്തിലാക്കി അങ്ങ് വായിക്കല്ലേ, കാണല്ലേ, നോക്കല്ലേ എന്നൊന്നും പറഞ്ഞൊന്നും അവരെ നമുക്ക് നിർത്താൻ പറ്റിയല്ല. അവർ കാണുന്നത് കേൾക്കുന്നതിനും ക്രിസ്തീയമായി നോക്കിക്കാണാൻ അവർക്കൊരു കണ്ണട വെച്ചു കൊടുക്കണം. ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ ഒരു കണ്ണട, ക്രിസ്തുവിൻ്റെ ഒരു കണ്ണട അങ്ങ് വെച്ച് കൊടുത്തിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കണം നമ്മൾ. ഇതൊരു വലിയ ടാസ്ക്കാണ്. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ എല്ലാ അനുഭവ തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ സ്കൂളിലാണ് നീ നിൻ്റെ മക്കളെ വളർത്തുന്നത്. ഇറ്റ്സ് എ ക്രിസ്ത്യൻ സ്കൂൾ. ആക്ച്വലി ഫാമിലി ഇസ് ദ ക്രിസ്ത്യൻ സ്കൂൾ, അല്ലാതെ പള്ളിക്കൂടങ്ങളല്ല, ബൈബിൾ കോളേജുകളല്ല. ഫണ്ടമെൻ്റലി ഈ സ്കൂളിൽ നമ്മുടെ പിള്ളേരെ അനുഭവ പാഠങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു വലിയ കമ്മ്യൂണിക്കേഷനാണ്. അത് അവരെ കൺവിക്ഷനായിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ വൃദ്ധനായാലും അവൻ അത് വിട്ടുപോകുകയല്ല എന്ന് പറഞ്ഞു. കാരണം ഇതല്ലാതെ വേറെ ഏത് ഉത്തരവുള്ളത്? ഞാൻ എൻ്റെ ബന്ധത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ പലരോട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഉത്തരവ് ഇതാണ്: നിങ്ങളുടെ ഉത്തരം എന്താ? അവസാനം അർത്ഥമില്ല, മൂല്യമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ഉത്തരവല്ലേ നിങ്ങൾക്കുള്ളൂ. അതാണ് നിങ്ങൾ കൊടുക്കുന്നത്. പലതും എൻ്റെ മനസ്സിൽ പറയാൻ പറ്റുന്നുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ശരിയായ ഒരു വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും ഒക്കെ നമ്മുടെ വീട്ടിൽ നടക്കണം. അത് ജീവിതം വഴി, അനുഭവം വഴിയൊക്കെ ഒരു പഠിപ്പിക്കണം. നാലാമത്തെ കാര്യം പരിജ്ഞാനത്തിൽ വളരുക. നാലാമത്തെ കാര്യം പ്രാർത്ഥന എന്നുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, 2 കാര്യങ്ങൾ ആ പ്രാർത്ഥനയിലുണ്ട്. ഒന്ന്, പരിജ്ഞാനം പ്രാപിക്കണം എന്നുള്ള ഒരു കാര്യം, ദൈവപരിജ്ഞാനം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവികമായ ഒരു കാഴ്ചപ്പാട് വരണം. സത്യത്തിൽ പുതിയ നിയമം നമുക്ക് നൽകിയത് ഈ ദൈവിക കാഴ്ചപ്പാടാണ്. ഈ ലോകത്തിലെ കാഴ്ചപ്പാട് കാണാൻ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി. അവർ പറഞ്ഞത് ശരിയാണ്, അത് തെറ്റൊന്നുമല്ല. ഇപ്പം കണക്ക് പഠിക്കാൻ ബൈബിൾ വായിക്കണ്ട. ആളുകൾ ശാസ്ത്രം ബൈബിളിലുണ്ടെന്നൊന്നും പറഞ്ഞു പോകണ്ട. ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമാണെങ്കിലും ശാസ്ത്രമൊന്നും നോക്കി ബൈബിളിലല്ല, മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം. ബൈബിളിലുള്ളത് ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ള അറിവിന് അതീതമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു സ്വർഗീയ ലോകത്തിൻ്റെ കാഴ്ചയാണ്. ഈ ലോകത്തിന് അപ്പുറത്തൊരു തലമുണ്ട്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ തന്നെ, ഞാൻ ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾക്കറിയാം. മോശ ഇങ്ങനെ ആട് മേച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴേ മോശ നോക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുക. സാധാരണ തീ കത്തിയാൽ കത്തിപ്പോണ്ടേ, ഇത് കത്തുന്നില്ല, പക്ഷെ കത്തുന്നുണ്ട്. ഇത് പോകുന്നില്ല, കത്തുന്നുണ്ട്. അപ്പോൾ മോശ ഇത് കാണാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോൾ ദൈവം പറയുകയാണ്, ദൂതൻ പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പ് ഉരുവിക്കുക എന്ന് പറഞ്ഞു. അന്ന് മോശ കണ്ടത് there is something സൂപ്പർ നാച്ചുറൽ. ഈ നാച്ചുറലിന് അപ്പുറത്തുള്ള ഒരു ലോകം. അല്ലെങ്കിൽ ഈ ആടിനെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മോശ കണ്ടിട്ടുള്ളൂ. ഇസ്രായേലിനെ ഒരു ഭൗതിക പരിപാടിയായിട്ടാണ് മോശ കണ്ടത്, വലിയൊരളവോളം. ഇന്നും പല ഇസ്രായേൽക്കാർ കാണുന്നു അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഒരു വലിയ സങ്കടം എന്നുള്ളത്. പക്ഷെ അന്ന് മോശയെ കാണിച്ചു കൊടുത്തത്, ഈ കാണുന്ന യാഥാർത്ഥ്യത്തിനപ്പുറം നീ കാണാത്ത ഒരു പ്രപഞ്ചമുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. ഒരാത്മീയ ലോകമുണ്ട്, ഒരാത്മീയ പരിപാടിയുണ്ട്, ഒരാത്മീയ പദ്ധതിയുണ്ട്, ദൈവമുണ്ട്, ദൈവപരിപാടികളുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അതിലേക്കുള്ളൊരു വാതിലാണ് തുറന്നു വെച്ചത്. വേറൊരുദാഹരണം, യാക്കോബ് വഴി നടക്കുമ്പോൾ ഒരു കല്ല് തലയണയാക്കി വെച്ച് ഉറങ്ങിയില്ലേ? അന്ന് ദൈവം ഒരു ദർശനം കൊടുത്തു, ഒരു ഗോവണി. ആ ഗോവണിയിൽ കൂടെ മോനെ നിന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുക. ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. ഈ കാണുന്ന ലോകത്തിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. യാക്കോബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടുന്നതിലൊക്കെ ഞാൻ ദശാംശം തന്നോളാന്ന് പറഞ്ഞു. ഐ അക്നോളജ് യു എന്നാ അതിൻ്റെ അർത്ഥം. എല്ലാത്തിനും നിന്നെ മാനിച്ചോളാന്നാണ് അവിടെ പറഞ്ഞാൽ. 10 നിനക്കും 90 എനിക്കൊന്നും അല്ല, 9 എനിക്കൊന്നും അല്ല പറഞ്ഞത്. അതിൻ്റെ ഉത്തരമായിട്ട് കർത്താവ് അതിന് വ്യാഖ്യാനം പുതിയ നിയമത്തിൽ കൊടുത്തു. നിങ്ങൾ ഇതിലും വലുത് കാണുമെന്ന് പറഞ്ഞിട്ട് പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും
ദൈവദൂതന്മാർ യാക്കോവിന്റെ ഗോളിയുടെ മേലല്ല, മനുഷ്യപുത്രന്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. എന്താ എൻ്റെ അർത്ഥം? സ്വർഗത്തിൻ്റെ വെളിച്ചം കാണണമെങ്കിൽ യേശുക്രിസ്തു എന്ന ഗോവണിയിൽ കൂടെ കയറണമെന്ന് കർത്താവും പറഞ്ഞു. ഞങ്ങൾ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വേറെ ആരും പറഞ്ഞിട്ടില്ല അതുപോലെ. പഴയ നിയമത്തിൽ ഒരു ഗ്ലിംസ് ഉണ്ട്. യേശുക്രിസ്തു ആണ് സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്ക് തന്നത്, ആ സ്വർഗീയ ദർശനം. അപ്പോൾ ആ പരിജ്ഞാനത്തെ പറ്റിയാണ് ഒരു പുതിയ പരിജ്ഞാനം. രണ്ടാമത് പൗലോസ് പ്രാർത്ഥിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിലുള്ള ദൈവബലം. ആ ബലത്തെ പറ്റി എഫേസ്യർ പറഞ്ഞത്, ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച ആ ബലം, ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നത്. അതായത് ഈ ലോകത്തിലെ ഒരാളെ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് ആക്കി തീർക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പവർ, ദാറ്റ് ഈസ് റിസറക്ഷൻ പവർ. അതാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ആ ശക്തി നമ്മൾ വ്യാപരിക്കണം, കൂടുതലായി വ്യാപരിക്കണം. ആ ശക്തി നമുക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തീയ കുടുംബജീവിതം കഴിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലം വേണം. അത് കിട്ടുന്ന മാർഗം ഏതാ? പ്രാർത്ഥനയുടെ മാർഗം. കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ കാര്യം അവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇയ്യോബ് ചെയ്തതുപോലെ, എൻ്റെ മക്കൾ വല്ല തെറ്റും ചെയ്തു പോയോ എന്നോർത്ത് ബലിയർപ്പിച്ചു എന്ന് വായിക്കുന്നില്ലേ? ഇതൊരു പാഠമാണ്. മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന മധ്യസ്ഥന്മാരാണ് മാതാപിതാക്കൾ. നമ്മുടെയൊക്കെ അനുഭവമല്ലേ? ഞാൻ വലിയ പ്രാർത്ഥനക്കാരനൊന്നും അല്ലെങ്കിലും എന്നെ എപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നാലും എൻ്റെ മക്കൾ എന്നുള്ളൊരു വാക്ക് ഇങ്ങോട്ട് വരും. എൻ്റെ മക്കൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതിൻ്റെ പ്രാർത്ഥനയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ലിസ്റ്റ് ഇങ്ങോട്ട് വരും. ലിസ്റ്റ് എഴുതി വെച്ചേക്കുക. ജോലി, കല്യാണം, വസ്ത്രം, വയറുവേദന, പനി, ഇങ്ങനെയുള്ള ലിസ്റ്റ് എഴുതി വെച്ചേക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവം ചോദിക്കാതെ തന്നെ കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന പൊതുവായിരിക്കുന്ന പരിപാടികളാണ്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും ദൈവം കൊടുക്കും. സൂര്യനെ ഉദിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണല്ലോ എല്ലാം നടക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നതുകൊണ്ടാണല്ലോ. അത് ദൈവം ചെയ്യുന്നത് ആരും പ്രാർത്ഥിച്ചിട്ടല്ല. ദുഷ്ടന്മാരുടെ മേൽ ശിഷ്ടന്മാരുടെ മേലും നന്മ വർഷിക്കുന്ന, മഴ പെയ്യിക്കുന്ന ആ ദൈവം. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ വക കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് വേണ്ടെന്നൊന്നുമല്ല, ആശങ്കപ്പെടേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ചോദിക്കാൻ ലോകത്തിലാരും മറ്റാരും ചോദിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് അപേക്ഷിക്കാൻ മറ്റാർക്കും ചിന്തിക്കാൻ വരെ കഴിയാത്ത ചില അപേക്ഷകളുണ്ട്. നമുക്ക് യാചിക്കാൻ മറ്റാർക്കും ഊഹിക്കാൻ കഴിയാത്ത ചില യാചനകൾ നമുക്കുണ്ട്. അതെന്താണ്? അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. കർത്താവ് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? എന്താ ചോദിച്ചാൽ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞത്? ദൈവരാജ്യത്തിൻ്റെ നന്മകൾ. പ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ നന്മകളെ സ്വീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ കൈയാണെന്ന് ഓർത്തോണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കണം, എൻ്റെ മക്കൾ നിനക്കൊരു പ്രശംസാ വിഷയമായി തീരണം, ഈ ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം, ശരിയായ കാഴ്ചപ്പാടുകൾ അവർക്ക് കൊടുക്കണം, ദൈവപരിജ്ഞാനത്തെ വളർത്തണം, അവർ ദൈവത്തിന് വലിയവരായി തീരണം, അവർ ഈ ലോകത്തിൻ്റെ അധർമ്മങ്ങളിലേക്ക് പോകരുത്. സക്രിയാവിനെ പറ്റിനോട് യോഹന്നാനെ പറ്റി പറഞ്ഞതുപോലെ അനേകരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയല്ലേ വലിപ്പം? ഇതിനൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇതിനൊക്കെയല്ലേ യാചിക്കേണ്ടത്? അല്ലാതെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള കാര്യമാണോ? ഇതൊക്കെ കർത്താവ് ചെയ്യുന്നത് വിശ്വാസം നോക്കിയിട്ടല്ല. അവിശ്വാസികൾക്കും കൊടുക്കും. കർത്താവ് ഈ അത്ഭുതം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് അവിശ്വാസിക്ക് അത്ഭുതം ചെയ്യും. നീ വിശ്വസിച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് ചെയ്തു കൊടുക്കും. എന്നാൽ വിശ്വസിച്ചാൽ മാത്രം ചെയ്യുന്ന ഉത്തരങ്ങളുണ്ട്. അതാണ് നമ്മൾ പ്രാർത്ഥനയുടെ, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണോ ഈ ലോകത്തിൽ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ മറുപടിയായി അർപ്പിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് മരണഭാഷങ്ങളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റത്, എന്തിനു വേണ്ടിയിട്ടാണോ ആകാശമേഘങ്ങളെ വിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തു വേണ്ടി പോയി മധ്യസ്ഥം വഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അത് വീണ്ടെടുപ്പിനാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ്. അതിലെ അനുഗ്രഹ സമൃദ്ധികൾ നമുക്ക് ലഭിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥന. നമ്മുടെ മക്കളെ പറ്റി ആ ദർശനം നമ്മൾ കാണണം. പിതാവേ, അവർ
നിൻ്റെ മുമ്പിൽ വലിയവരാകണം. ലോകത്തിൽ വലിയവരാകാൻ വേണ്ടി അല്ല. അത് നമ്മൾ പ്രാർത്ഥിക്കാത്തവരുടെ മക്കളാണ് ലോകത്തിൽ നമ്മളെക്കാളും വലിയവരാകുന്നതെന്നുള്ളതാണ് നമ്മുടെ മക്കളെ. ഇങ്ങനെയുള്ള ഈ തിയോളജി നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. കാരണം പ്രാർത്ഥിക്കും മക്കളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടണില്ല, പരീക്ഷ തോക്കുന്നു, കല്യാണം നടക്കുന്നില്ല, വീട് പണി നടക്കുന്നില്ല, ചെയ്യുന്നിടത്തൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ അവർ പറയും ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന്. തിയോളജിയുടെ പ്രശ്നമാണ്. നമ്മളാ പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാണ്, ഇത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല, അത് പ്രവർത്തിച്ചാൽ കിട്ടുന്ന, പഠിച്ചാൽ കിട്ടുന്നതാണ്, അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത് എന്താ? തന്നോട് ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഹെവൻ, ഇറ്റ്സ് ദ കിങ്ഡം. അത് ദൈവരാജ്യമാണ്. പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ എന്താ വന്നതെന്നറിയോ? ദ കിങ്ഡം മസ്റ്റ് കം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനം പിതാവിനോട് വാങ്ങി വിശ്വസിക്കുന്നവർക്ക് അയച്ചു കൊടുത്തത്. പരിശുദ്ധാത്മാവെന്ന ദാനം, അതിൻ്റെ നിറവ്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് ആത്മീയ സ്വപ്നങ്ങൾ കാണാനായിട്ട് കഴിയണം. വേറൊരു കാര്യം 5, പരാജയങ്ങളെ വചനാനുസൃതം നേരിടണം. പരാജയപ്പെട്ടു എന്ന് ഓർത്തൊന്നും, ഈ ഓരോ തിരിച്ചടികളൊക്കെ വന്നു എന്ന് ഓർത്തൊന്നും നമ്മൾ പടം മടക്കി വീട്ടിൽ പോകുകയൊന്നും ചെയ്യരുത്. അങ്ങനെ തോറ്റു പോകുന്നവരല്ല നമ്മൾ. കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു വിജയിയായിരിക്കുന്ന ക്യാപ്റ്റൻ്റെ കീഴിലാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവ് ജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും. ഇടയ്ക്ക് വിട്ടുപോകുന്നവനാവും പോകും, പക്ഷെ കർത്താവ് ജയിക്കും. കർത്താവിൻ്റെ ആളുകളും അവൻ്റെ വിശ്വസ്തന്മാരോട് ജയിക്കും. അതുകൊണ്ട് മക്കൾ പരാജയപ്പെടുത്തിയാലും മക്കൾ പ്രശ്നം ഉണ്ടാക്കിയാലും തോക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മോൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ അപ്പൻ്റെ ശുശ്രൂഷ, ഞാൻ ഈ ഫാമിലി ക്ലാസ്സിന് വരികയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു മോൻ എന്നോട് ചോദിച്ചു, ഇപ്പോഴും വിളിക്കുമോ, ഫാമിലി ക്ലാസ്സൊക്കെ എടുക്കാൻ വിളിക്കുമോ എന്ന് ചോദിച്ചു. അവനെനിക്ക് വെച്ചിട്ട് തല്ല് വെച്ച് തന്ന ഒരു മോനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജോസഫ് ബനച്ചിനെ പരാജയപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല മോനെ എന്ന് പറഞ്ഞു. നിന്നെ കണ്ടിട്ടല്ല ഞാൻ ഈ നിന്നത്, നീ തോറ്റാൽ നിനക്ക് പോയി. പിന്നെ അതിന് പ്രത്യാഘാതമൊക്കെ ഉണ്ടാവും. പക്ഷേ ചില വഴികൾ അടയുമ്പോൾ, ചില സങ്കടങ്ങൾ വരുമ്പോൾ അതിലേക്കാൾ ശക്തമായിട്ട് ശുശ്രൂഷിക്കാനായിട്ടുള്ള വഴികളൊക്കെ ദൈവം എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയല എന്ന് പറഞ്ഞു. വിജയിപ്പിക്കുന്നവൻ ദൈവം. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. കാരണം എന്താ? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അപ്പൻ അവൻ്റെ മകളുടെ ഒരു കല്യാണത്തിൽ വന്ന ഒരു തിരിച്ചടി കൊണ്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരാ തോക്കരുതെന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ തിരിച്ചടികളാണ്. അവൾ പരാജയപ്പെടുത്താൻ, അവൻ പരാജയപ്പെടുത്താൻ നോക്കിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ പരാജയപ്പെടരുതെന്ന് പറഞ്ഞു. നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ നോക്കിയിട്ടാണ്, അല്ല മക്കളെയൊക്കെ നിർത്തിയോ നോക്കിയിട്ടല്ല. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ എത്ര പേരെ രക്ഷിച്ചോ നോക്കിയിട്ടാണോ കർത്താവ് നമ്മളെ വിലയിരുത്തുന്നത്? അതോ പറഞ്ഞോ നോക്കിയിട്ടാണോ? രക്ഷിച്ച കർത്താവൊക്കെ ലോകസ്ഥാപനത്തിലെ പേരെഴുതി വെച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് കൂടുതലാക്കാനോ കുറയ്ക്കാനോ കഴിയല്ല. പറയാതിരുന്നുകൊണ്ട് എഴുതിയവർ വിട്ടും പോകുകയില്ല, പറഞ്ഞതുകൊണ്ട് എഴുതാത്തവരെ ഒട്ട് കൂട്ടാനും നമുക്ക് കഴിയല്ല. നമുക്കുള്ളതൊക്കെ പോകുമായിരിക്കും. നിങ്ങളുടെ വിശ്വസ്ത ചെയ്താൽ മതി, തോൽക്കരുതെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ തോൽപ്പിക്കാനായിട്ടാണ് പല കാര്യവും ചെയ്യുന്നത്. ഉറച്ചു നിന്നോണമെന്ന് പറഞ്ഞു. അവസാനം അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോഴും ഉറച്ചു നിൽക്കുന്ന അപ്പനെ അവർക്ക് വേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞു. ഉറച്ചു നിൽക്കുന്ന അമ്മയാണ് വേണ്ടത്. കാരണം ധൂർത്തപുത്രൻ പോയപ്പോൾ പിതാവ് തോറ്റുപോയോ? തോറ്റുപോയില്ല. തോറ്റുപോയായിരുന്നെങ്കിലോ ചില അപ്പന്മാർ ചെയ്യുന്ന പോലെ മക്കൾ അവരെ തോൽപ്പിച്ച് വാലം കെടുത്തു. അവർ വിചാരിക്കുന്ന പോലെ കല്യാണം നിർത്തിയില്ല. പിന്നെ ഈ മക്കളുടെ കൂടെ പോയിട്ട് അവളെ കെട്ടിക്കാനും അതിനു വേണ്ടിയൊക്കെ വേണ്ടി സഭയോടും പിണങ്ങി മൂപ്പന്മാരോടും പിണങ്ങി ആകെ കൊളായി നടപടിയും പ്രയാസവും സങ്കടവും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. മക്കൾ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഈ അപ്പൻ എവിടെയാണ് കിടക്കുന്നത്? പിന്നെ പരാജയപ്പെട്ട് സഭയില്ലാതെ. ഇയാൾ ഉറച്ചു നിന്നാൽ മതി. മക്കൾ എതിലെങ്കിലുമൊക്കെ പോയാൽ പറ്റുന്നതൊക്കെ ചെയ്യരുതാത്തൊക്കെ ചെയ്യാതൊക്കെ നിൽക്കുക. ഇവരെ ധൂർത്തപുത്രനെ പോലെ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരും. തിരിഞ്ഞ് ഞാൻ പോകുകയെന്ന് പറഞ്ഞ് വരുമ്പോഴേ അപ്പൻ ആ പഴയ അപ്പൻ തന്നെയാണ്, പഴയ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മോനെ മരിച്ചു പോയായിരുന്നല്ലേ, പോരേന്ന്. അപ്പം പോയാലോ പിന്നെ ഇവനെ സ്വീകരിക്കാൻ ആളുണ്ടോ? ഞാൻ ഓർക്കുക, ധൂർത്തപുത്രൻ്റെ പിതാവിനെ പോലെ പരാജയപ്പെട്ട മനുഷ്യനാരാ? എന്താ പരാജയപ്പെട്ടോ? അവൻ പരാജയപ്പെട്ടു, പിതാവ് പരാജയപ്പെട്ടിട്ടില്ല.
ആ പിതാവ് പരാജയപ്പെട്ടിട്ടില്ല. പിതാവ് പരാജയപ്പെടാതെ നിന്നു. അത് കർത്താവിൻ്റെ ചിത്രമാണ്. നമ്മൾ വായിക്കുന്നുള്ള യെശയ്യാപ്രവചനത്തിൽ ദൈവത്തിൻ്റെ ഒരു കരച്ചിലുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്തത്? ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദൈവത്തിൻ്റെയും കരച്ചിലതാണ്, പല അപ്പന്മാരുടെയും കരച്ചിലതാണ്, പല അമ്മമാരുടെയും കരച്ചിലതാണ്. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. അതുകൊണ്ട് ഇതൊക്കെ വന്നാലും പരാജയപ്പെടരുത്. എന്നെ ആശ്വസിപ്പിച്ച ഒരു വേദഭാഗം കൂടി ഞാൻ പറയാം. 3-ാം സങ്കീർത്തനം, അത് എഴുതിയത് ദാവീദാണ്. അതിൻ്റെ സങ്കീർത്തനത്തെക്കാളും രസം അതിൻ്റെ ഇൻട്രഡക്ഷനാണ്. നിങ്ങൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ വായിച്ചിട്ടുണ്ടോ? 3-ാം സങ്കീർത്തനത്തിൻ്റെ ഇൻട്രഡക്ഷൻ അതാരും വിട്ടുകളയുന്നതല്ലേ. അത് നിങ്ങൾ വായിച്ചിട്ടേ അത് വായിക്കാവുള്ളൂ. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിയപ്പോൾ പാടിയ സങ്കീർത്തനം. ഓടുമ്പോൾ സങ്കീർത്തനം പാടിക്കൊണ്ടാണോ പോണേ? എന്താണേലും ഓടിയപ്പോൾ സങ്കീർത്തനം. അത് ദാവീദിന് എപ്പോഴും പാട്ടാണ്. ഒരു സങ്കീർത്തനം പാടി. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഈ ദാവീദ് ഒരു സ്ഥലത്ത് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് മാത്രം. ഓടേണ്ട സ്ഥലത്ത് ഓടിയിട്ടുമില്ല. അല്ല എല്ലായിടത്ത്, വേറെ ചിലയിടത്ത് ഒരു സ്ഥലത്തേ ഓടിയിട്ടുള്ളൂ. ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയോ? കരടിയുടെ മുമ്പിൽ നിന്ന് ഓടിയോ? സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയോ? ഇവിടെ ഒന്നും ഓടിയിട്ടില്ല. ഓടിയോന്ന് വെച്ചാൽ ശൗലിൻ്റെ മുമ്പിലൊക്കെ ഓടിയോന്ന് ചോദിച്ചാൽ അതൊരു ഒരു ഒരു തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓടിയെങ്കിൽ അത് സ്വന്തം മകൻ്റെ മുമ്പിലാണ്. തോറ്റെങ്കിൽ അത് അവൻ്റെ മകൻ്റെ മുമ്പിലാണ്. അബ്ശലോം പരാജയപ്പെടുത്തി കഴിഞ്ഞു ദാവീദിനെ. ദാവീദിൻ്റെ ആ വാക്ക് നമുക്കൊരു ശൂരനെന്ന് വാക്കാൻ പറ്റും. ദാവീദ് എല്ലാവരോടും പറയാം, ഓടിക്കോടാ മക്കളേ എന്ന് പറയുന്ന പോലെയാണ് ദാവീദ് പറയുന്നത്. പോരെ, വേഗം പോരേന്ന്. ഓടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കെത്തിരോന്തോട് കടന്ന് ഇങ്ങനെ നടന്ന് പോവുകയാണ്. എന്നിട്ട് സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞു, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഇത്തിരി പേര് പറഞ്ഞില്ലേ ഇവൻ്റെ ദൈവ ഭക്തിയോട് പ്രാർത്ഥിച്ചില്ലേ? ഇപ്പം എവിടെയുണ്ട്? വലിയ പ്രസംഗമൊക്കെ ആയിരുന്നല്ലോ, എന്തായിരുന്നു ഊർജം. ഇപ്പം മക്കൾ പോലും ഇല്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. കേട്ടില്ലേ? ഇതാണോ നിൻ്റെ ദൈവം? ദാവീദ് പറഞ്ഞു കേട്ടോ, ദൈവത്തിന് അവൻ്റെ ദൈവം അവന് ഒരു രക്ഷയും കൊടുക്കുകയില്ല. വെറുതെയാണ് അവൻ്റെ വിശ്വാസം. എത്ര പേരാ അത് പറഞ്ഞേക്കുന്നല്ലേ? പലരും പറഞ്ഞിട്ടുണ്ട്, കറുപ്പുടുപ്പ് നടന്നതും ഞങ്ങൾ നിബോധിച്ചതൊക്കെ വ്യർത്ഥം എന്ന് പറഞ്ഞു പോകും. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നു. ദൈവമേ, ആളുകളെല്ലാം എന്നെ പരാജയപ്പെടുത്തുകയാണ്. ഞാൻ ഓടിപ്പോവുകയാണ്. എൻ്റെ മക്കൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ തോൽപ്പിച്ചിട്ടില്ല. നീ എൻ്റെ മഹത്വമാണ്. എൻ്റെ തല നീ ഉയർത്തി നിർത്തും. യഹോവയോട് ഉച്ചത്തിൽ നിന്ന് വിളിക്കുന്നു, വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന് വരുമാറാകട്ടെ. ദാവീദ് എന്നിട്ട് പറയാണ്, കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളെ പരാജയപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ വന്നാലും ശരണമായി നിൽക്കുന്ന ഒരു ദൈവം. മക്കളൊന്നും നമ്മുടെ ശരണമല്ല, മാതാപിതാക്കളും ശരണമല്ല, സഭ പോലും ശരണമായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പരാജയങ്ങൾ വരാൻ മേലേ ദൈവം ഉപേക്ഷിക്കുകയല്ലാന്ന്. അവസാനം ഒരുപക്ഷെ ദൈവം അവരുടെ പദ്ധതികളെ പരാജയപ്പെടുത്തിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റിയായിരിക്കും ദൈവം നമ്മളെ കൂടെ നിൽക്കും. ആ ഓടിപ്പോകലൊന്നും ഒരു പരാജയമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ഓടിപ്പോകലിലാണ് ദാവീദ് തൻ്റെ കൂട്ടുകാരെയൊക്കെ തിരിച്ചറിഞ്ഞത്, തൻ്റെ ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ അവിടെ തിരിച്ചറിഞ്ഞു. അഹീതോഫലിനെ അന്നാ മനസ്സിലായത്, ഹൂഷായി അന്നാ മനസ്സിലായത്, ശിമയി അന്നാ മനസ്സിലായത്, ബർസില്ലായി അന്നാ മനസ്സിലായത്, അല്ലേ? ഒക്കെ മനസ്സിലായി. അത് നമ്മുടെ പരാജയങ്ങളൊന്നും നഷ്ടങ്ങളല്ല എന്ന് ഓർക്കണം. ദാവീദ് ആരാ എന്ന്? പരാജയപ്പെടാത്ത മനുഷ്യനാണ്. പരാജയങ്ങളുണ്ട്, അനുകരിക്കരുതാത്ത പരാജയങ്ങളുണ്ട്, ലജ്ജാകരമായ പരാജയങ്ങളുണ്ട്. പക്ഷേ അതിനെ അതിജീവിച്ചൊരു മനുഷ്യൻ. അതാണ് കൃപ. കൃപയെന്ന് നമുക്ക് ആർക്കുന്ന അവിടെയാണ് നാം ആത്യന്തികമായി വിജയിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളത് മറന്നു പോകരുത്. ഇങ്ങനൊരു ചൊല്ലുണ്ട്, ഈവൻ ഇഫ് യു ഫെയിൽ ഇൻ ബാറ്റിൽ, യു മേ ഫെയിൽ ഇൻ ബാറ്റിൽസ് ബട്ട് യു ഹാവ് ടു സക്സീഡ് ഇൻ ദ വാർ എന്ന്. പോരാട്ടങ്ങളിൽ പരാജയപ്പെട്ടു പോയേക്കാം, യുദ്ധത്തിൽ പരാജയപ്പെടുകയല്ലാന്ന്. എത്ര പോരാട്ടങ്ങളിൽ പരാജയപ്പെടും? ആ യുദ്ധമുഖത്ത് പരാജയപ്പെട്ടു, ആ യുദ്ധം വരെ. പക്ഷേ യുദ്ധം, 1-ാം ലോക മഹായുദ്ധം, എത്ര പരാജയം ഉണ്ടായി? 2-ാം ലോകം എത്ര പരാജയം ഉണ്ടായി? പക്ഷേ യുദ്ധത്തിൽ ആരാ ജയിച്ചേ? യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമോ തോക്കുമോ?
യുദ്ധത്തിൽ ജയിക്കും. ഇത് പരാജയപ്പെട്ടവൻ്റെ യുദ്ധമല്ല. കാരണം കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക ഇല്ല. യാക്കോബിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ചരിത്രം പഴയ നിയമത്തിൽ വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ഗുലുമാല് പിടിച്ച ഗതികെട്ട ഒരു കുടുംബജീവിതമില്ല. എല്ലാ സംഘർഷങ്ങളും അവനുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പല ഭാര്യമാരുടെ സംഘർഷം, മക്കളുടെ സംഘർഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനം മരിക്കാൻ നേരത്ത് മക്കളെ 12 പേരെയും അടുത്ത് കൊണ്ടുവന്ന് 12-13 രണ്ട് ജോസഫിൻ്റെ മക്കളും ഉണ്ടല്ലോ അല്ലേ, 2 പേരായിട്ട് അങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാവരുടെയും തലയിൽ കൈവച്ച് അല്ലേച്ചല്ലേ അങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. ലോകത്തിൻ്റെ ചരിത്രം നിങ്ങളാ നയിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങളിലൂടെ നന്മ വരുമെന്ന് പറഞ്ഞു. സംഘർഷങ്ങളൊക്കെ ഇല്ലായിരുന്നോ അവസാനം? എന്നിട്ട് തൻ്റെ കാല് കട്ടിൽമേലേക്ക് എടുത്തു വെച്ചിട്ട് പിതാക്കന്മാരോട് ചേർന്നു. പ്രത്യാശയുടെ ദൈവരാജ്യത്ത് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ദൈവഭക്തന്മാർ പോയിരിക്കുന്ന ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോയി. മരിച്ചു എന്നും പറയാം, എന്നാലും അവർ പോയത് കർത്താവിൻ്റെ അടുക്കിലേക്ക്. സഫലമാണോ ജീവിതം? അതുകൊണ്ട് ഓർക്കുക, കഥയുടെ ഇടയ്ക്ക് വെച്ചിട്ട് മടുത്തു പോകരുത്, ആ പുസ്തകം അടച്ചു വെച്ചു പോകരുത്. വെയിറ്റ് ടിൽ ദ സ്റ്റോറി എൻഡ്സ് ഫോർ ദ ഫൈനൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ചാപ്റ്റർ ഓഫ് ഗ്ലോറി. അതാണ് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ നമ്മൾ ഓർക്കണം. അത് നമ്മുടെ പ്രതീക്ഷയുടെ അവസാനമാണ്, അത് നടക്കും. അതുകൊണ്ട് നമ്മുടെ യുദ്ധം ഒരു തോറ്റ യുദ്ധമല്ല, ഒരു വിജയിക്കുന്ന യുദ്ധമാണ്. ഞാൻ 1-2 പ്രായോഗിക നിർദ്ദേശങ്ങളോട് പറയാം. ഒന്ന്, നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാവുന്നത് ഒരു കൺസിസ്റ്റൻ്റായ ക്രിസ്ത്യൻ ലൈഫാണ്. ഒരു സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം അവർക്ക് കൊടുക്കണം. പൂർണ്ണമായി എല്ലാം ശരിയെന്നൊന്നുമല്ല, തെറ്റ് സമ്മതിക്കുന്ന, മാനസാന്തരപ്പെടുന്ന, ദൈവത്തെ മാനിക്കുന്ന, വിനയമുള്ള ഒരു ജീവിതം. പ്രശ്നങ്ങളെ കൈകാര്യം പഠിപ്പിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാലും പിള്ളേർ കാണാതെ മുറി കയറി വഴക്കൂടുകയല്ല വേണ്ടത്. അങ്ങനത്തെ ഒളിച്ചുകളിയൊക്കെ പിള്ളേർ കണ്ടുപിടിക്കും. ലെറ്റ് us ഫൈറ്റ് ഇൻ ബിബ്ലിക്കൽ ടേംസ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കഴുത്തിന് പിടിക്കാനൊന്നും പറ്റിയല്ലോ. അപ്പോഴേ നമ്മുടെ സംഘർഷങ്ങളെയൊക്കെ ദൈവവചന പ്രകാരം എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് മക്കൾ കാണട്ടെ, അവർ കാണരുതാത്ത ഇതാണെങ്കിൽ രഹസ്യത്തിനും ഫൈറ്റ് ചെയ്യണ്ട, അവർ കാണട്ടെ നമ്മളെങ്ങനെയാണ് സംഘർഷങ്ങൾ പരിഹരിക്കുന്നത്. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയ ഒരു ജീവിതം വേണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ? ഒരു നല്ല സഭ അവർക്ക് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനേകരും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ചർച്ച് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന കരുതുന്ന, വളർത്തുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. മനസ്സലിവുള്ള, സൗമ്യതയുള്ള വിശ്വസ്തന്മാരുടെ ഒരു കൂട്ടത്തെ അവർക്ക് കൊടുത്താൽ ഒരുപാട് വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. ഈ ജീവിതം അവരെ സ്വാധീനിക്കും. ഈ വലിയ ഒരു ദൗത്യത്തിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരാനുള്ള ഈ മഹാദൗത്യത്തിൽ നമുക്ക് പങ്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കല്ലാതെ ആർക്കും കഴിയണം. ഞാൻ മാറിയാൽ തോറ്റുപോകും. കാരണം നമ്മുടെ കൂടെയുള്ളവൻ ദൈവമാണ്. ആർക്കും പരാജയപ്പെടുത്താൻ ദൈവമാണ്. അതുകൊണ്ട് മക്കളോടുള്ള സംഘർഷങ്ങളൊക്കെ വന്നാലും അതൊന്നും ഒരു പരാജയമായിട്ട് കണക്കാക്കാതെ ദൈവത്തോടും സഭയോടും പ്രാർത്ഥനയോടും ഒക്കെ ഒത്തുകൂടി നിന്ന് ഒരു വീഴ്ചയോ പരാജയമോ വന്നാലും തോക്കാതെ, അതിലൊന്നും സങ്കടപ്പെട്ടു പോകാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. നല്ല ഒരു സഭ നമുക്ക് കൂട്ടുണ്ടാവും. ദൈവമക്കൾ കൂട്ടായിട്ടും ഉണ്ട്. പ്രത്യേകിച്ചും വിജയിച്ചവർ മാത്രമല്ല, പരാജയത്തിൻ്റെ രുചി അറിഞ്ഞ ആളുകളും നമ്മുടെയൊക്കെ കൂടെ ഉണ്ട്. അവരൊക്കെ നമ്മളോട് പറയുന്നത് ഭയപ്പെടണ്ട, വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് പറഞ്ഞത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, പത്രോസിനെ കർത്താവ് ഒന്ന് വീഴിപ്പിച്ചിട്ടാണ് ഇവരെ മേയ്ക്കാൻ പറഞ്ഞതെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ വീഴിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയാൽ മതി. പക്ഷേ 3 വട്ടം തള്ളി പറയിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ തെറ്റാവും. എന്നാലും പറയിപ്പിച്ചവനെ ലീഡ് ചെയ്യാനായിട്ട് പലപ്പോഴും മനസ്സലിവോടെ, സഹാനുഭൂതിയോടെ ലീഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വീഴ്ചകളെയും പരാജയമായിട്ട് കണക്കാക്കണ്ട. വീണാൽ എഴുന്നേറ്റിട്ട് ഉറച്ചു നിൽക്കണം. എന്നിട്ട് ആളുകളോട് പറയണം, വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ബലഹീനതയിൽ ശക്തി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവരാജ്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നവരല്ല. നമ്മുടെ സംഘർഷങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ വിജയങ്ങൾ. എഫേസ് ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഒന്നോട് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്: അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഒരു കുടുംബനാഥനായ പിതാവ്, ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ഒരു ദിവസം വരും, ഇപ്പോൾ അവധിക്കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ പലയിടത്തു നിന്നൊക്കെ വരൂല്ലേ, വീട്ടിൽ എന്തൊരു സന്തോഷമല്ലേ ഒരുമിച്ച് കൂടാൻ പറ്റുകയാണെങ്കിൽ. എല്ലാവരും വരുന്നൊരു ദിവസമുണ്ട്, ആ പിതാവിൻ്റെ മുമ്പിൽ വന്ന് എല്ലാ മക്കളും ഒരുമിച്ച് കൂടും. വലിയ കുടുംബമാണത്. അതിൽ കുറേ പേര് ഇവിടെ ഉണ്ട്, ആ മക്കൾ. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മരിച്ച് സ്വർഗത്തിലിരിക്കുന്നു, കുറേ പേര് ജനിച്ചു വരാനിരിക്കുന്നു. എല്ലാവരെയും കൂട്ടി ഒരു ഇടയനും ഒരു തൊഴുത്തും ഒരപ്പനും, ഇതാ ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്ന ആ വലിയ കുടുംബ സംഗമം വരുന്നുണ്ട്. ആ കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, നമുക്കൊരു സമ്പത്തിനും കുറവില്ല, അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, ദാറ്റ് ഈസ് എ മാൻ ഇൻ ക്രൈസ്റ്റ്, സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. വി നീഡ് പവർ, വി നീഡ് ഡിവൈൻ പവർ, സ്പിരിച്വൽ പവർ. ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ശക്തി കാണാൻ, നിൻ്റെ സമ്പത്ത് എന്തെന്നറിയുവാൻ, ആ നിക്ഷേപങ്ങളുടെ വിശാലതയും ആഴവും പരപ്പും എന്തെന്ന് മനസ്സിലാക്കുവാൻ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ വലിയ ശക്തമായ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ തേജസ്സിൻ്റെ ആഴമെന്തെന്ന് ഗ്രഹിക്കുവാൻ, മഹത്വം എന്തെന്ന് ഗ്രഹിക്കുവാൻ ആകക്കണ്ണ് തുറക്കണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയും. നമ്മൾ ചോദിക്കുന്ന പോലെയല്ല കർത്താവ് ഉത്തരം തരും. നമുക്ക് എന്ത് ചോദിക്കാൻ അറിയാം? നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചെറിയ ചോദ്യമല്ലേ. കർത്താവ് തരുമ്പോൾ എങ്ങനെയാണ് തരുന്നത്? ഹി ഗീവ്സ് ഹിസ് രാജ്യം നമുക്ക് തരും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, ഭയപ്പെടരുത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.